ജോബ് ട്രാക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ 10ാം ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ടുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയ ഒരു പോസ്റ്റിൻ്റെ ഡീറ്റെയിൽസാണ് നമ്മളിന്ന് നോക്കാൻ വേണ്ടി പോകുന്നത്. ഏതാണ്ട് 267ഓളം വേക്കൻസികൾ ടോട്ടൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിലേക്ക് കടക്കാം. അതിനു മുൻപ് ആദ്യമായിട്ട് ചാനൽ കാണുന്നുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് കൂടി ചെയ്യുക, മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൂടി കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ അപ്ലിക്കേഷൻ സ്റ്റാർട്ടായിരിക്കുന്നത് 22/8/2024 11/9/2024 വരെ നിങ്ങൾക്കിത് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്. 2 പോസ്റ്റിലേക്കാണ് ഇപ്പോൾ റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നത്. ഓപ്പറേറ്റർ പോസ്റ്റും ഉണ്ട്, അതുപോലെ തന്നെ മെയിൻ്റനർ പോസ്റ്റും ഉണ്ട്. ഓപ്പറേറ്ററിലേക്കാണെങ്കിൽ 152 വേക്കൻസി ഉണ്ട്. മെയിൻ്റനർ പോസ്റ്റിലേക്ക് 115 വേക്കൻസിയാണുള്ളത്. രണ്ടും ട്രെയിനീസ് ആയിട്ടാണ് വിളിച്ചിരിക്കുന്നത്. ടോട്ടൽ 267ഓളം വേക്കൻസികളുണ്ട്. അതിൽ മെയിൻ്റനർ പോസ്റ്റ് ആണ് എങ്കിൽ വിവിധ സ്ട്രീമിലേക്കായിട്ടാണ് വിളിച്ചിരിക്കുന്നത്. ഇലക്ട്രീഷ്യൻ ഉണ്ട്, ഫിറ്റർ ഉണ്ട്, ഇലക്ട്രോണിക്സ്, ഇൻസ്ട്രുമെൻറ്റേഷൻ, വെൽഡർ, മെക്കാനിക്സ് തുടങ്ങിയ പോസ്റ്റുകളിലേക്കായിട്ട് 115ഓളം വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. ഈ പോസ്റ്റുകൾക്കൊക്കെ ITI വേണ്ടതായിട്ടുണ്ട്. എന്നാൽ ഈ ഓപ്പറേറ്റർ പോസ്റ്റിലേക്കാണെങ്കിൽ ITIയുടെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ അപേക്ഷാ ഫീസ് വരുന്നത് SC/ST കാൻഡിഡേറ്റ്സിനൊന്നും അപേക്ഷാ ഫീസ് ഇല്ല. അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് കടക്കാം. അപ്പോൾ ഇതിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കുന്ന സമയത്ത് ഓപ്പറേറ്റർ പോസ്റ്റ് ആണ് എങ്കിൽ നിങ്ങൾക്ക് ഹയർ സെക്കൻഡറി ആണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ഒന്നെങ്കിൽ 10ാം ക്ലാസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് +2 സയൻസ് സ്ട്രീമിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ഒക്കെ കഴിഞ്ഞിട്ടുള്ളവർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്. മറ്റ് മെയിൻ്റനർ പോസ്റ്റ് ആണെങ്കിൽ അതിലേക്ക് നിങ്ങൾക്ക് 10ാം ക്ലാസ്സും അതോടൊപ്പം ഈ പറഞ്ഞിരിക്കുന്ന ട്രേഡിലുള്ള ITI സർട്ടിഫിക്കറ്റ് കൂടി ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്. രണ്ടിലേക്കും അത്യാവശ്യം ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ആവശ്യമാണ്. 160 സെൻറ്റിമീറ്റർ ഹൈറ്റാണ് ചോദിച്ചിരിക്കുന്നത്. വെയ്റ്റ് 45.5 കിലോഗ്രാമാണ് വെയ്റ്റ് മിനിമം ഉണ്ടായിരിക്കേണ്ടത്. 2 പോസ്റ്റിലേക്കും സെയിം തന്നെയാണ്. ഇതിലേക്ക് വരുന്ന സ്റ്റൈഫൻഡ് നോക്കുന്ന സമയത്ത് 20,000 രൂപയാണ് ഓപ്പറേറ്റർ പോസ്റ്റിലേക്കും. അതുപോലെ തന്നെ മെയിൻ്റനർ പോസ്റ്റ് ആണ് എങ്കിൽ 22,000 രൂപയായിരിക്കും പ്രതിമാസം നിങ്ങൾക്ക് ലഭിക്കുക. അതോടൊപ്പം ബുക്ക് അലവൻസ് തുടങ്ങിയ അലവൻസും കാര്യങ്ങളൊക്കെ ഇത് കൂടാതെ ലഭിക്കുന്നതാണ്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് ലഭിക്കാൻ വേണ്ടി നിങ്ങൾ ജസ്റ്റ് ഒന്ന് നമ്മുടെ ടെലഗ്രാമിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ PDF-ഉം കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതാണ്. ഇതിൻ്റെ ഏജ് ലിമിറ്റ് വരുന്നത് 18 to 24 വയസ്സാണ് ഏജ് ലിമിറ്റ് വരുന്നത്. ഏജ് റിലാക്സേഷനും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതാണ്. അപേക്ഷാ ഫീസ് വരുന്നത് 100 രൂപയാണ് അപേക്ഷാ ഫീസ് വരിക. അതെല്ലാവരും ഫീസ് അടക്കേണ്ടതായിട്ടില്ല. UR-നും EWS OBC കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 100 രൂപ അപേക്ഷാ ഫീസായിട്ട് അടയ്ക്കേണ്ടതുണ്ട്. ബാക്കിയുള്ള കാൻഡിഡേറ്റ്സൊന്നും അപേക്ഷാ ഫീസ് അടയ്ക്കേണ്ടതായിട്ടില്ല. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. അതുവരെ ബൈ.